ഹാ, എന്തായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ? അത് നിനക്ക് തിന്നാനുള്ളതല്ല, അതവിടെ വച്ചേക്ക്. ഒരെണ്ണം തിന്നോട്ടെ ചേച്ചി. ശരി, ഒരെണ്ണം കഴിച്ചോ പോരെ. ഇങ്ങി തന്നെ. ആ, പെട്ടെന്ന് ചെയ്യട്ടോ. അപ്പോ ഇങ്ങെടുത്തെ. നീ എന്താ എത്ര ആലോചിക്കുന്ന? എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് എന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും വിധിച്ചതല്ലേ നടക്കൂ. നീ പോയി ജലജേച്ചി എവിടാ നോക്ക്. ആഹാ, പൂജ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്റെ കുഞ്ഞിനെ എല്ലാവരും കണ്ണു വെച്ചിട്ടുണ്ടാവും. ഞാനിച്ചിരി കല്ലുപ്പും മുളകും ഒക്കെ വെച്ച് ഒഴിഞ്ഞിടാന്ന് വിചാരിച്ചു. ചേച്ചിയോട് ഞാൻ അങ്ങോട്ട് പറയണോന്ന് ആലോചിച്ചതേ ഉള്ളൂ. എന്തായാലും നന്നായി. അതെ, ഞാൻ പാലെടുത്തിട്ട് വരാമേ. പോയിട്ട് വാ മോളെ. എണീക്ക്. ദൃഷ്ടിദോഷവും കണ്ണീർദോഷവും ഒക്കെ അങ്ങ് മാറട്ടെ. നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കണം. ഈ വീട് നിറയെ ഓടിക്കളിക്കാൻ കുഞ്ഞുങ്ങളും ഉണ്ടാവണം. ജലജമായി അത് ഒഴിയാണല്ലേ? മൂന്ന് വട്ടം ഇതിലേക്ക് പതിയെ തുപ്പണം. സുന്ദരിയായിട്ടുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കണം. ഈ വീട് നിറയെ ഓടിക്കളിക്കാൻ കുഞ്ഞുങ്ങളും ഉണ്ടാവണം. കൊള്ളാട്ടോ. ദാ മോളെ പാല് പിടിച്ചോ. മോള് മുറിയിലേക്ക് ചെല്ലുന്നേ. മോളെ, രണ്ട് വീട്ടിലായി വളർന്നവരല്ലേ. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ചെറിയ പിണക്കങ്ങളും മെണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവിക. പക്ഷേ എന്തൊക്കെ ഉണ്ടായാലും അത് നിങ്ങളുടെ മുറിയിന്ന് പുറത്തോട്ട് വരരുത്. ആ മുറിയിൽ തന്നെ തീർത്തോണം. ചെറിയ വീടല്ലേ മോളെ, ഒരു കുഞ്ഞു ശബ്ദം ഉണ്ടായാൽ പോലും ഇവിടെ വലിയ ശബ്ദമായിട്ടാ കേൾക്കുക. മോള് ചെല്ലേ. അമ്മായി, ഞാൻ വരാവേ. മോള് ചെല്ലേ.